ബസ്സിന് കയറി പോകുമ്പോൾ ഇപ്പം പറയണം, ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പറയണം, ബസ് സ്റ്റോപ്പിൽ പറയണം, പച്ചക്കറി കടയുടെ മുമ്പിൽ പറയണം, പാൽ സൊസൈറ്റിയുടെ മുമ്പിൽ പോകുമ്പോൾ പറയണം, കാണുന്ന മനുഷ്യരോട് മുഴുവൻ സംസാരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ അവസാന അവസരമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സകല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ ഭരണം വന്നാൽ അടുത്ത 6 മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പരാജയപ്പെട്ടാൽ, 5ാം വാർഡിൽ പരാജയപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, 5ാം വാർഡിൽ പരാജയപ്പെട്ടാൽ നിയമസഭയിൽ നമ്മൾ ജയിക്കാൻ സാധ്യത കുറവാണ്. 5ാം വാർഡിൽ പരാജയപ്പെടാൻ പാടില്ല. ഈ മണ്ഡലത്തിലെ 14 വാർഡുകളിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഒരു വോട്ട് പോലും പാഴാക്കപ്പെടാൻ പാടില്ല. നമ്മളെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സംസാരിച്ചവരെ മനസ്സിലാക്കണം, യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കൊള്ളയടിക്കപ്പെടുന്നവരിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കൊള്ളയടിക്കപ്പെടുന്നവരിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൂടിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായാൽ അവർ ഈ അഭ്യർത്ഥനയും പ്രവർത്തനവും ഒക്കെ നിർത്തിവെച്ചിട്ട് നമുക്ക് വോട്ട് ചെയ്യും. അടുത്ത 9-ാം തീയതി ഡിസംബർ 9-ാം തീയതി രാവിലെ നമ്മുടെ പോളിംഗ് ബൂത്തിലെത്തുന്ന ആദ്യത്തെ ആള് തൊട്ട് അവസാനത്തെ ആള് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാന ചിഹ്നത്തിൽ, ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് ഉയർത്തി കാണിച്ചു കൊടുത്ത കൈപ്പത്തി ചിഹ്നത്തിൽ, ജിൻഡോ ജോണിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നത് വരെ രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടിരിക്കണം. നിരന്തരം രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടിരുന്നാൽ 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ മഞ്ഞപ്ര പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുന്ന 14 ജനപ്രതിനിധികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ഉയർന്നു പറക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂവർണ്ണ കടലായിട്ട് നിങ്ങൾ ആ മഞ്ഞപ്ര പഞ്ചായത്തിന്റെ പടിക്കെട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന കൈപ്പത്തിയോടൊപ്പം നിങ്ങളുടെ കൈപ്പത്തി കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. ഞങ്ങളെക്കാൾ അധികമായിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മളെല്ലാവരും ഒന്നിച്ച് സംസാരിച്ചാൽ നമുക്ക് ഒന്നിച്ച് ജയിക്കാം. നമ്മൾ ജയിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ സർവ്വസാധാരണക്കാർക്കും വേണ്ടിയിട്ടാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനത്തിൽ അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം നിരന്തരം പറഞ്ഞ് ജയിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ ഭൂരിപക്ഷത്തോടെ, മഞ്ഞപ്ര പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്തുന്ന രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ജനിച്ച വളർന്ന നാട് കൂടിയാണ് മഞ്ഞപ്ര. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. ഒരു കോൺഗ്രസ് നേതാവ്, ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു മിനിറ്റ് കൂടിയേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു കോൺഗ്രസ് നേതാവ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്നെ വളരെ അടുത്തറിയാവുന്ന, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ വ്യക്തി ജീവിതം ഒക്കെ വളരെ അടുത്തറിയാവുന്ന ആളുകളാണ് നിങ്ങൾ. ഒരു കാര്യത്തിലും എനിക്കൊരു മറയും ഒളിയും ഇല്ലാതെ എൻ്റെ ജീവിതത്തെ അഡ്രസ് ചെയ്യാൻ ഒരു പേടിയും ഇല്ലാത്ത ഒരാൾ ഞാൻ. അതുകൊണ്ട് എന്നെ അറിയാവുന്ന നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം, ജിൻഡോ ജോണിന് വോട്ട് ചെയ്താൽ പാഴാകില്ല എന്ന്. ഇത് എനിക്ക് നിങ്ങളോടുള്ളൊരു വാക്ക് മാത്രമല്ല, എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം നിങ്ങളോടുള്ളത് മാത്രമല്ല, എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള എൻ്റെ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റാണ്. ഒരു തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾക്കോ ഈ വാർഡിലെ ഒരു വോട്ടർക്കോ മാനക്കേട് ഉണ്ടാകുന്ന, ആക്ഷേപം ഉണ്ടാകുന്ന ഒരു കാര്യവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. എന്നെ അടുത്തറിയാവുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി സംസാരിക്കണം. മറക്കരുത്, എൻ്റെ പേര് കൂടി നിങ്ങളുടെ വാക്കുകളിലും ഓർമ്മകളിലും ഉണ്ടായിരിക്കണം. ജയ് ഹിന്ദ്. Yeah.